ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ കല്യാണത്തിൽ പോകാൻ വേണ്ടി താമസിച്ച് നമ്മൾ ഇറങ്ങിയതേ ഉള്ളൂ. ധ്യാനം അങ്ങ് നിൽക്കുന്ന അവിടെ പോയി അങ്ങ് ഒരുക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ലേറ്റ് ആയി കേട്ടോ. എന്നാലും പെട്ടെന്ന് പോകണം. ഇവർ രണ്ടുപേരും കൂടെ അങ്ങ് നൂലുകെട്ടിന് പോകണം, ഞങ്ങൾ കല്യാണത്തിന് പോകണം എന്നുള്ള പ്ലാനിങ്ങിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഗേറ്റൊക്കെ പൂട്ടി ഇറങ്ങാൻ ലിയോന് തുറന്നങ്ങ് വിട്ടു കേട്ടോ. കാരണം നമ്മൾ വരുമ്പോൾ ലേറ്റ് ആവത്തില്ലേ. അപ്പോൾ രണ്ടും കൂടെ ഒരു ദിവസം കൊണ്ട് വെച്ച് ഫങ്ഷൻസ് ഇങ്ങനെ ഒന്നും രണ്ടും ഒഴിച്ചുവിടാൻ വയ്യാത്തത്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പാട്ട് കോപ്പിറൈറ്റ്. അപ്പോൾ നമ്മൾ കല്യാണം, ഞാൻ ഷോളൊന്നും കുത്തിയില്ല കേട്ടോ, താമസിച്ചു. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകുന്നു. ഇവിടെ വരാനുള്ള ഇവർ രണ്ടുപേരുടെ മൂലികെട്ടിന് പോകും കേട്ടോ. ആരുമില്ല. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു കല്യാണമായിട്ട് കല്യാണം ജസ്റ്റ് കയറിയിട്ട് കൊച്ചിന് മൂലികെട്ടിൽ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എൻ്റെ മേക്ക് ഓവർ എങ്ങനെയുണ്ട് ഗൈസ്? സിമ്പിൾ മേക്ക് ഓവറാണ്. ഇങ്ങനെ നിങ്ങളാമോ ഞാൻ ഒരുങ്ങിയപ്പോൾ ഇങ്ങനെ പറയുന്നത്. ഇവിടെ കൊണ്ടുനടക്കുന്ന തങ്കക്കൂടത്തിന് ഒരു വിലയില്ലാത്ത ആൾക്കാരാണ് അവരൊക്കെ. തങ്കക്കൂടത്തിന് ഇതിനെ പൊട്ട് തങ്കക്കൂടത്തിന് പൊട്ട് വരണമെന്നുള്ള ഒരു ഇത് വിലയില്ല, അതൊന്നും ഒരു വിലയില്ല ഗൈസ്. ലിഫ്റ്റിക്ക് അല്പം കൂടി പോയി വന്നൊരു ഡൗട്ട്. സാരി കൊടുക്കാതൊക്കെ വിചാരിച്ചപ്പോൾ നമ്മളെ എല്ലാവരും ഇത് കേമ്പസ് കൊടുക്കും. നമ്മളെ സ്വന്തം വണ്ടി പോകും. നമ്മുടെ സാരി ഉടുക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് മടക്കി സെറ്റ് ചെയ്ത് തേച്ച് പോയിക്കാൻ സമയം എനിക്ക് കിട്ടിയില്ല. പിന്നെ നമ്മുടെ എല്ലാവരും കുഞ്ഞുങ്ങളൊക്കെ സാരിയാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ ചെറുപ്പമായിട്ടിരിക്കണം. ചെറുപ്പമാണ്, എന്നാലും കുറച്ച് ചെറുപ്പമായിട്ടിരിക്കട്ടെ വിചാരിച്ചു. അപ്പോൾ വരുന്ന വഴിക്ക് വീഡിയോസ് വിശേഷങ്ങളെല്ലാം കാണിച്ചു തരാം. ഞങ്ങൾ വീട്ടിൽ പോയി ധ്യാനൂസിനെ ഒരുക്കിയെടുത്തൊക്കെ പോയി വന്നപ്പോഴത്തേ ഏകദേശം കല്യാണം തുടങ്ങുന്ന സമയം ഞങ്ങൾ ചെന്നിരുന്ന് അപ്പോൾ തന്നെ കല്യാണം തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം, പെട്ടെന്ന് പോകണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങൾ പോയിരിക്കുന്നത്. അപ്പം അവിടെ ചെക്കന് മാത്രമേ വന്നിട്ടുള്ളൂ മണ്ഡപത്തിൽ. നമ്മുടെ പെങ്കുച്ച അഭിരാമിത വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്നലത്തെ പിള്ളേരാണ് കേട്ടോ ഇവരൊക്കെ. നമുക്ക് വിശ്വസിക്കാൻ വയ്യ. അപ്പോൾ ഇവിടുത്തെ മുഹൂർത്ത സമയം തന്നെ നമ്മുടെ കൊച്ചിനെ നൂല് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരുടെ വീഡിയോ കോൾ വിളിച്ചു. ഇവർ രണ്ടുപേരും ഇല്ല, ഞാനും ഇല്ല. അപ്പോൾ ആരോ വീഡിയോ കോൾ വിളിച്ച് കണക്ട് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ കൊള്ളാതെ നമ്മളൊട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പോൾ ചെറുക്കൻ്റെ നൂല് കേട്ടോ നമ്മൾ ലൈവായിട്ട് തന്നെ കണ്ടു കേട്ടോ. കറക്റ്റ് മുഹൂർത്തം രണ്ട് സ്ഥലത്തും, ഇവിടെ അവിടെ. കല്യാണം കാണാൻ പറ്റിയില്ലെങ്കിലും അവരുടെ നൂല് കേട്ടപ്പെട്ടത് കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ സംസാരിച്ചിട്ട് പിന്നെ ഇതാ നമ്മുടെ അഭിരാമിയുടെ കല്യാണം കഴിഞ്ഞ് അവിടെ സിറ്റ് ആയപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്നത് കേട്ടോ. അങ്ങനെ ലക്കിയും ധ്യാനവും കളിക്കൂട്ടുകാർ, ഞാനും കുഞ്ഞോളും കളിക്കൂട്ടുകാർ. അപ്പം ഞങ്ങളുടെ കുട്ടികളും കളിക്കൂട്ടുകാർ കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത്, കാരണം ഞങ്ങൾ പോകും കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ കല്യാണം ദാ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ പെട്ടെന്ന് എനിക്കുന്നത് സദ്യ കഴിക്കും. ഞങ്ങൾ പെട്ടെന്ന് ഫസ്റ്റ് വന്നിക്ക് തന്നെ പോയി സദ്യയും കഴിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പം കുറച്ച് നാളായി സദ്യ കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും സദ്യ നല്ല ഗംഭീരമായി ഞാൻ വിശാലമായി കഴിച്ച് എനിക്ക് വയറ് വീർത്തുപോയി ഗൈസ്. തിരിച്ച് വണ്ടി ഓടിക്കാൻ വയ്യ. അപ്പോൾ 2-3 തരം പായസം, ബോളി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിഷാടും ചേട്ടനും ആദ്യമേ നൂലുകെട്ടിന് പോയി കേട്ടോ. ക്യാമറ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി അവർ. അങ്ങനെ ഞങ്ങൾ 3 പേരുമാണ് വണ്ടിയിൽ പിന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടൻ്റെ വണ്ടി എടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പം ഞങ്ങൾ ഫംഗ്ഷൻ കഴിഞ്ഞു, എന്നാൽ അവരൊന്നും പോകുന്നതിന് മുന്നേ ഞങ്ങളങ്ങ് എത്തും എന്നുള്ള ഉറപ്പിലങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് മൊത്തം ഇളക്കി മറിച്ചിട്ടേക്കുന്ന കഥയൊക്കെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞങ്ങൾ പെട്ടെന്ന് ഓടിയെത്താം കാരണം എന്ന് വിചാരിച്ചിട്ടങ്ങ് പോകുന്നത്. കാരണം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 10:30-11 മണി ആവാറായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ അവിടെ എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ അവരെ വണ്ടി എല്ലാവരും പോയില്ല, ഇറങ്ങാറായതേ ഉള്ളൂ. അപ്പോൾ മൂത്തച്ഛൻ പറയാണ്, നീ മിണ്ടാവാൻ, നിന്നെ പറ്റിയുള്ള കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് മൂത്തച്ഛൻ ആക്ഷൻ കാണിക്കുന്നത്. വാവാന്ന് ഞാൻ നോക്കുമ്പോൾ എന്നെ പറ്റി ഇരുന്നില്ല കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം നിമ്മീച്ചൊക്കെ എല്ലാവരും കഴിച്ചിറങ്ങിയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പോയ 2 ക്യാമറാമാനുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ക്വസ്റ്റ്യനും കുഞ്ഞമ്മയൊക്കെ കഴിക്കണേ ഉള്ളൂ. അത് കഴിച്ചിട്ട് വന്ന ആൾക്കാരെല്ലാവരും ഇറങ്ങി കേട്ടോ. അവരെല്ലാവരും ഇറങ്ങാനായിട്ട് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ വന്നപ്പം എന്തായാലും അവരെ കാണാൻ പറ്റി. അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഓടിപ്പോയി ചെറുക്കനെ എടുത്ത് 2 ഫോട്ടോസ് വീഡിയോസ് ഒക്കെ ഡ്രസ്സ് മാറണമല്ലോ എനിക്ക് രാവിലെ തൊട്ടിരിക്കില്ല. അപ്പം നല്ല ഉറക്കമായിരുന്നു. പാവം കണ്ട് കൊച്ചിന് ഞാൻ എനിക്ക് എടുത്ത് പൊതിഞ്ഞ് കെട്ടി വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേട്ടോ. വീഡിയോ എടുത്ത് അവൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ. ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി, എനിക്ക് വയ്യ, രാവിലെ തൊട്ട് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം എനിക്ക് ഇവിടെ അവർക്ക് ഇത് ഫ്രൈഡ് റൈസൊക്കെ ആയിരുന്നു, പായസം ഉണ്ടായിരുന്നു. ഞാൻ
അപ്പോൾ എന്തായാലും ഒരു ഗ്ലാസ് പായസം കുടിക്കാൻ വിചാരിച്ചു ഗൈസ്. നമുക്ക് വൈകുന്നേരം റിസപ്ഷൻ ഉണ്ട്, അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടൊക്കെ പോകാമല്ലോ. സൂപ്പർ പായസം. ഫുഡ് കഴിച്ചില്ല, നമ്മൾ അവിടുത്തെ സദ്യ കഴിച്ച് ലോഡായി വന്നുകൊണ്ട് ഫുഡ് കഴിച്ചില്ല. പോകുമ്പോൾ പായസം റെഡിയാ. ഇനി നമ്മുടെ കുടുംബക്കാർ മാത്രമാണ് കേട്ടോ, എല്ലാവരും ഓരോ സൈഡിൽ ഇരുന്ന് ഓരോ കഥകളും നുണകളും ഒക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. മൂത്തച്ഛി ചേട്ടനത് പറയുന്നത്, കൊച്ചിനും മാമനോട് ഇരുന്നത് പറയുന്നുണ്ട്. പിന്നെ റൂമിലൊരു വട്ടമേശ സമ്മേളനം തന്നെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ മാമിയുണ്ട്, മൂത്തമ്മയുണ്ട്, ഞാൻ, പിന്നെ ശില്പ, രേവു, അനന്യ, അനീച്ചി എല്ലാവരും ഉണ്ട് കേട്ടോ. ബിന്ദു എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ പരദൂഷണമൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്ക് ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഫോണിൽ നോക്കിക്കൊണ്ട് എന്തൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് മൂത്തേമ്മയും അനിയത്തി ചേട്ടത്തിയും നാത്തൂമാരും ഒക്കെ ഇരുന്ന്. അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടുകൾ രണ്ടാം വീണ്ടും ഡ്രസ്സ് ഇട്ട് ഇറങ്ങി. നേരത്തെ ഭയങ്കര ലവൻ കരച്ചിലൊക്കെ ആയതുകൊണ്ടേ ഒന്നും നടന്നില്ല. അപ്പോൾ കുറച്ച് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത ഐറ്റംസ് ഒക്കെ നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ നിമ്മിയേച്ചിക്ക് വണ്ടി വിളിച്ച് വന്നുകൊണ്ട് തന്നെ പോകാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. സ്വന്തം വണ്ടി വീട്ടിലുണ്ടെങ്കിലും വണ്ടി ഓടിക്കാണ്ടതാണ്ട് വണ്ടി വിളിച്ച് വരുന്ന വ്യക്തി നമ്മുടെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ വണ്ടി വിളിച്ച് വന്നുകൊണ്ട് അവർ പിന്നെ പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. എനിക്ക് നോക്കുമ്പോൾ ഈ ചെക്കൻ കണ്ണും തുറന്നത് ധ്യാനൂസിനെ കണ്ടപ്പോൾ ധ്യാനത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ട് കിടക്കുന്നത് കേട്ടോ, എന്തൊക്കെയോ പറയുന്നത്. അപ്പോൾ ധ്യാനം കുറേ നേരം മാറുമ്പോഴത്തേക്ക് അവനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണ് തുറന്ന് കുറച്ച് നേരം കിടക്കണം കാണാനും പറ്റി കേട്ടോ. അപ്പോൾ അവർ കളിച്ച ശേഷം ഞാൻ എൻ്റെ കൊച്ചിന് കൊടുത്ത ഗിഫ്റ്റായ ഐറ്റം ഇതിലോട്ട് കിടത്തിയിട്ട് ഞാനും ഒരു വീഡിയോ ഒക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഇടഞ്ഞു. അപ്പോൾ ഞാൻ നിഷയുടെ ബൈക്കിൽ വന്നു. അവർ പിന്നെ ചേട്ടൻ കാർ എടുത്ത് നേരെ ക്രിസ്റ്റലിൽ നമുക്ക് റിസപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇറങ്ങി ഇരുട്ടുന്നു മുങ്ങി വന്നിട്ട് ആ റിസപ്ഷനുള്ള തട്ടിയിട്ട് പോകാമെന്ന് വെച്ചു. അപ്പം ഞങ്ങളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഒക്കെ പോയി നോക്കുകയാണെങ്കിൽ ഞാൻ ബൈക്കിലല്ലേ വന്നത്, അങ്ങോട്ട് കാറിൽ പോയിട്ട് ഇങ്ങോട്ട് ബൈക്കിൽ വന്നുകൊണ്ടേ. അപ്പോൾ ഞാനും സാറോടെ കാറിൽ വന്നുകൊണ്ട് അവിടെ നിന്ന് ഓടിപ്പറച്ചൊക്കെ വരുന്നുണ്ട്. അവിടെ നിന്നപ്പോൾ അവിടെ നിന്നിട്ട് 2 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇതാ നല്ല ചേർപ്പോൾ തന്നെ ജ്യൂസും ചായ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ വയലിൽ വായിക്കുന്നു ഗൈസ്. ഇതൊക്കെ നമ്മൾ എന്താണ് വായിക്കുന്നത് എന്നുള്ള വിഷമത്തോടെ അത് കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മുടെ അഭിരാമി ഇതാണ്, ഞാനും കുഞ്ഞോളും ലക്കിയും കൂടി ചേർന്ന് അഭിരാമിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ അവളെന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി ഫുഡ് കഴിക്കണം. അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ. റൈസും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായി. പിന്നെ ഐസ്ക്രീം കുടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വരുവാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക. അടുത്തിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ചാനലിൻ്റെ ബെൽ ബട്ടൺ